അപ്പൊ ഗൈസ് ഞാൻ ഇപ്പൊ സ്കൂളിൽ വിട്ട് വന്നുള്ളൂ. അപ്പൊ ഗൈസ് ഞാനിപ്പോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറെ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പൊ ഗൈസ് എല്ലാവരും ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം റിസൾട്ട് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, എനിക്ക് മാർക്കൊക്കെ കുറവാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. പിന്നെ കുഞ്ഞാറ്റ പഠിപ്പിയാന്ന് നിങ്ങൾക്ക് അറിയാലോ, കുഞ്ഞാറ്റ ഫുള്ളാണല്ലോ. അപ്പൊ അല്ലേ? ഫുള്ളല്ല, തെറ്റാണ്. അപ്പൊ ഗൈസ് റിസൾട്ടിന്റെ വീഡിയോ ഞാൻ ഇടാൻ നേരം വൈകിയതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേപ്പർ കിട്ടിയതിന്റെ ഹാങ് ഓവറിലായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു വിഷമൊക്കെ മാറിയത്. അപ്പൊ ഞാൻ വിചാരിച്ചിടാന്ന്. പിന്നെ കുറെ പേര് കമന്റ് ചെയ്തു ഇടാൻ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചിടാന്ന്. ഫസ്റ്റ് കുഞ്ഞാറ്റയുടെ കാണിക്കും, പിന്നെ എന്റെ കാണിക്കും. ഇതാണ് കേട്ടോ മാർക്കല്ല. അപ്പൊ ഗ്രേഡ് വരുന്നത് കുഞ്ഞാറ്റയ്ക്ക് ഇത് ഇംഗ്ലീഷില് എ ഗ്രേഡ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കാണിക്കാട്ടാ. പിന്നെ വരുന്നത് ഇന്റഗ്രേഷൻ ഗ്രേഡിംഗ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാത്തിൻ്റെയും കൂടെ ഉള്ളതാണ്. ഭാഷ മലയാളത്തില് B, പിന്നെ മാത്തമാറ്റിക്സില് A ഓവറോള്, പിന്നെ പരിസര പഠനം A ഗ്രേഡ്. മനസ്സിലായ? ഇവർക്ക് ഗ്രേഡാണ്. ഓരോ ദിവസം ഓരോ പേപ്പർ ആയിട്ടാണ്. അതിങ്ങനെ ഗ്രേഡുകളാണ് ഇട്ടേക്കുന്നത്. ശരിക്കും മനസ്സിലായിട്ടില്ലേ? അപ്പൊ പക്ഷെ അവൾക്ക് പ്രോഗ്രസ് കാർഡില് A ഗ്രേഡ് ആണ്. UKG-യിലത്തെ LKG-യിലത്തെ പരീക്ഷ പേപ്പറില് സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഓരോന്ന് കൂട്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ തന്നെ നമ്മള് ഓൾറെഡി ഇത് വീഡിയോ ഇട്ടതാണ്, കാരണം നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തേക്കാണിത്. അപ്പൊ ആരും കാണുന്നത്. ഇനി എന്റെ പേപ്പറാണ്. എന്റെ പേപ്പർ കണ്ടിട്ട് വരൂ. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവം ഞാൻ പറയാൻ പോവാണ്. എക്സാം പേപ്പർ, മൈ എക്സാം റിസൾട്ട് ആണ് ഗൈസ്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് മാർക്ക് കുറവാണ്. അപ്പൊ ഞാൻ വേഗം കാണിച്ചാൽ എനിക്ക് പറയാൻ അങ്ങനെ ഒന്നും ഇല്ല ഗൈസ്. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സാമിൽ നമുക്ക് പഠിക്കാം. എല്ലാ എക്സാമും ഇതൊക്കെ തന്നെ പോയില്ലേ ഇത്? പോയില്ലേ മമ്മ? പോയില്ല. അപ്പോ ഞാൻ പറയാം. പിന്നെ നമുക്ക് കുറച്ച് എക്സാമൊക്കെ ടഫായിരുന്നു. അതെല്ലാവർക്കും ടഫായിരുന്നു. അപ്പം ടഫാണ്. അപ്പോൾ ടഫായതുകൊണ്ട് അത് ടഫായിരുന്നു. അപ്പം അതിൻ്റെ മാർക്ക് കുറഞ്ഞു. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ബയോളജി നമുക്ക് തുടങ്ങാം. ബയോളജിയാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. ബയോളജിയിൽ എനിക്ക് 40-ല് 24 ഗൈസ്. അവിടെ ടീച്ചറുടെ എഴുത്തുണ്ട് കേട്ടോ. അതെന്ത് എഴുതിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ടേമിലെ മാർക്ക് തന്നെയാണ്. ഒന്നും പഠിച്ചല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചായിരുന്നു, അതാണ് കഴിഞ്ഞ ടേമിലെ മാർക്ക് കിട്ടിയത്. നമ്മളെ അപ്പോ 40-ല് 24 എനിക്ക്. പിന്നെ ഫിസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സ് കണക്കുകളാണ് ഗൈസ് എനിക്ക് പ്രശ്നം. വേറെ ഒന്നും വലിയ കുഴപ്പമില്ല. എനിക്കറിയില്ല. അപ്പൊ അതാണ് ഫിസിക്സിലത്തെ പ്രശ്നം. ആ ഫിസിക്സിൽ എനിക്ക് 40-ല് 16. അപ്പം ഇത് പറയുമ്പോ എനിക്ക് വിഷമമുണ്ട്, കാരണം എനിക്ക് അത്യാവശ്യം കുറവാണ് ഗൈസ്. എനിക്ക് ഇതുവരെ ഇത്ര 20-ന് താഴേക്ക് എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നല്ല വിഷമമുണ്ട്. പിന്നെ അടുത്തത് സോഷ്യലാണ്. സോഷ്യലിൽ എനിക്ക് 39 എനിക്ക് 41 ഗൈസ്. അതിലും എനിക്ക് കുറഞ്ഞു. എനിക്ക് 50-ന് മുകളിലേക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പൊ എനിക്ക് 80-ല് 39+2 എന്നാണ് ഇട്ടേക്കണത്, 41. ഇനി അടുത്തത് മാത്സ് ആണ്. മാത്സില് പ്രാവശ്യം. അപ്പൊ എനിക്ക് ഇപ്രാവശ്യം 57, 80-ല് 57 ഗൈസ് മാത്സ്. ഇനി അടുത്തത് ഇംഗ്ലീഷിൽ ഞാൻ 1, 2, 3, 4, 5 പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷിൽ 80-ല് 46, 47. അപ്പൊ കെമിസ്ട്രി കാണാനില്ല, പേപ്പർ കാണാനില്ല. അപ്പൊ എനിക്ക് ഫിസിക്സില് 16, കെമിസ്ട്രിയിൽ എനിക്ക് 16. പിന്നെ ഞാൻ ഇംഗ്ലീഷ് കാണിച്ചില്ല. ഇംഗ്ലീഷിൽ 46,
പിന്നെ എനിക്ക് മലയാളത്തിൽ എനിക്ക് 27, പിന്നെ സംസ്കൃതത്തിൽ എനിക്ക് 33 അത്രേ ഉള്ളൂ ഗൈസ് പേപ്പർ. ആ പേപ്പറുകൾ ഇനി തപ്പാണ് എനിക്ക് മാർക്ക് കുറവുള്ള ആൾക്കാർക്കൊക്കെ സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പം എനിക്ക് മാർക്ക് കുറവാണ്, അപ്പം സന്തോഷിക്കും, ആഹ്ലാദിപ്പിൻ. പിന്നെ കുറേ പേർക്ക് നല്ല നല്ല മാർക്കുകളൊക്കെ ഉണ്ട്. ഇനി ഇതിന് താഴെ കമൻറ്റുകൾ വരും, അപ്പം എൻ്റെ മനസ്സിലൊന്നും അറിയും ഗൈസ്. മാത്സിൽ 80 വാങ്ങണവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇതേ മോഡൽ വരാൻ പോവാണ്. അതിനാണ് മുമ്പ് കുറേ എക്സാം ഉണ്ട്. മോഡൽ പ്രീ മോഡൽ കഴിഞ്ഞിട്ട് മോഡൽ വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇനി ഫുൾ എക്സാമാണ് ഗൈസ്. ആലോചിക്കുമ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. അപ്പോ എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ് മാർക്ക് കുറഞ്ഞില്ല. ഇപ്പൊ പബ്ലിക് ഒക്കെ വരാൻ പോവാണ്. അപ്പോഴേക്കും നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മളിപ്പോ ഇന്ന് തൊട്ട് തുടങ്ങിയാലും മതി ഹാർഡ് വർക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടും ഗൈസ്. പറ്റുകയാണെങ്കിൽ A+ ഒക്കെ കിട്ടും കേട്ടോ, ഫുൾ A+ ഒക്കെ കിട്ടും. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യണം. ഫുൾ A+ ഒന്നും എനിക്ക് ചില ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് ഹിന്ദി പഠിച്ചാലും എന്റെ തലയിലധികം ഇരിക്കില്ല. എനിക്ക് എഴുതാൻ പഠിച്ച് കുറെ നേരം ഇരിക്കില്ല, ബാക്കിയൊന്നും കുഴപ്പമില്ല. പക്ഷെ ഹിന്ദി എന്റെ തലയിൽ ഇരിക്കാറില്ല. ഹിന്ദിയിൽ എനിക്ക് എത്രയാ? ഹിന്ദിയിൽ എനിക്ക് 15. എന്തേ? അതാ ഞാൻ പറഞ്ഞേ മാർക്ക് കുറവെന്ന്. സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാം. പിന്നെ മമ്മ ചീത്തയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ എക്സാം റിസൾട്ട്. അപ്പൊ ഞാൻ കുറച്ച് ലേഖായി റിസൾട്ട് ഇടാൻ വേണ്ടിട്ട് ശ്രീദേവിക്കേടെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് അന്നൊരു ദിവസം ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചിട്ട് അവള് വീട്ടിലേക്ക് വന്നു. സ്കൂളിൽ നിന്ന് നേരെയാണ് വന്നത്. പക്ഷെ അവള് എക്സാം പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അന്ന് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇന്നിപ്പോ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അവളുടെ അമ്മ പുറത്തു പോയൊക്കെ ആയിരുന്നു തോന്നുന്നു, അത് കാരണം എടുത്തില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇടാന്ന്. അവൾക്ക് മാർക്ക് എന്നെക്കാട്ടിലും കൂടുതലാണ് ഗൈസ്. അവള് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കുറെ മാത്സിലൊക്കെ അവള് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവൾക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എല്ലാ വിഷയം അവളുടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഞാനാണ് ഗൈസ് കുറച്ച് ഇതായത്. അപ്പൊ ഗൈസ് ഇനി വരുന്നുണ്ട് പ്രീ മോഡലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ നന്നായി പഠിക്കും ഗൈസ്, പഠിച്ച് നമ്മള് SSLC പബ്ലിക് എക്സാം ആവുമ്പത്തേക്കും. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് പഠിക്കാൻ തോന്നാനും നന്നായി പഠിക്കാനൊക്കെ. അപ്പൊ ഗൈസ്